സോ ഗായ്സ് ഇന്ന് നമ്മൾ സമ്മർ ഫോൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണേ. അതിവിടെ സൺഷൈൻ കോസ്റ്റിൽ കനോണ്ടെയിൽ റേഞ്ചോ അങ്ങനെ എന്തോ ഒരു ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അകത്തുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം നമ്മൾ ഇന്നാൾ പോയ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ഉള്ള വണ്ടിയിൽ 4 വീൽ ഡ്രൈവ് ഒക്കെ ഉള്ള വണ്ടിയിൽ നമ്മൾ കുറച്ച് ഓഫ് റോഡിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയും അങ്ങോട്ട് പോകാം. സോ ഗായ്സ് നമ്മളിവിടെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടു. ഇവിടെ നിന്നാണ് നമ്മൾ ഹൈക്ക് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. നമ്മൾ താഴത്തെ ആദ്യം വണ്ടി പാർക്ക് ചെയ്തെടുത്തൊന്നൊരു 10 മിനിറ്റ് തികച്ചില്ലായിരുന്നു. ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിങ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇതേണ്ട ആൾക്കാർ ഹുണ്ടായി i30 കയറി വരുന്നുണ്ട്. പിന്നെ നല്ല മഴയോ ഒക്കെ ഉള്ളപ്പം ഇച്ചിരി പാടായിരിക്കും എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങെത്താം. അപ്പം ബ്രിസ്ബെയിനിൽ നിന്ന് ഇവിടെ വരെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇത് സൺഷൈൻ കോസ്റ്റ് കൗൺസിലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെന്താണ് ബാക്കി നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകുമ്പോൾ കണ്ടുകൊണ്ട് നോക്കാം. സോറി, ഇവിടെ നല്ലായിരുന്നു തുടങ്ങുന്നത്. നമ്മൾ വേറെ നമ്മുടെ ടീം ലീഡർ ഇതായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ഇനിയും കുറച്ചുകൂടെ മേളിലോട്ട് പോകാനുണ്ട്. അപ്പം ഇനിയും നമുക്ക് മേളിലോട്ട് കുറച്ചുകൂടെ വണ്ടിയെ പോയിട്ട് ആണ് ഹൈക്ക് തുടങ്ങണേ. സോ ഗായ്സ് നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തെത്തി. ഇവിടെയാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. മറ്റേ നമ്മൾ താഴെ റോഡിൽ നിന്നൊരു മിനിമം ഒരു 10-15-20 മിനിറ്റ് ഓഫ് റോഡിങ് ഉണ്ടായിരുന്നു. വലിയ ഓഫ് റോഡിങ് ഒന്നും പറയാനില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഓഫ് റോഡിങ്. 2 വീൽ ഡ്രൈവുള്ള കാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ട്രെയിൽ. ആരൊക്കെയോ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് പോവാം. നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇതുവഴിയാണെന്നാണ് പറയുന്നത്. How many kilometers this hike is? No. 5? Like 5 one side? 5 കിലോമീറ്റർ പോക്കാണെന്നാണ് പറയണേ. നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റായി നടക്കാൻ തുടങ്ങിയെടുത്തുനിന്ന്. ഇതുവരെ എന്താ പറയുന്നത്, ഒരു ടഫ് ടെറൈൻ ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഇപ്പം നമ്മൾ നടക്കുന്ന വഴി പോലത്തെ വഴി കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള കാടൊക്കെ ഉണ്ട്. എന്താണ് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തണുപ്പില്ല, പക്ഷെങ്കിൽ ഓക്കെ അത്രയേ ഉള്ളൂ. ബാക്കി ഇനിയും എത്ര ദൂരം ഉണ്ടെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നും നോക്കാതാണ് ഈ ഹൈക്കിന് ഇറങ്ങിയത്. അതുകൊണ്ട് കറക്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എത്തുമ്പോൾ അറിയാം. സോ ഗൈസ് ഇങ്ങനെ ഒരു എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വഴിയിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയണം. എന്നിട്ട് ഇവിടെ ഗ്രേറ്റ് ബോക്സ് സമ്മർ ഫോൾസ് എന്ന് പറഞ്ഞൊരു സൈൻ ഉണ്ട്, അതുവഴി നടക്കണം. ഓക്കെ, നമുക്ക് വെള്ളം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. താഴെ ഒരു കാണാം, അവിടെ കാണാൻ പോണേ എന്ന് അറിഞ്ഞൂടാ. ഇത് വലിയ പോക്കൊന്നും പറയാനില്ലായിരുന്നു ഇതുവരെ. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി. എനിക്ക് 3 കിലോമീറ്റർ ഉണ്ടോ എന്ന് സംശയമാണ്. അവിടെ എത്തിയിട്ട് പറയാം ഇനിയും എന്തെങ്കിലും ഹാർഡായിട്ടുള്ള പാർട്സ് ഉണ്ടോ ഇല്ലയോ. മാൻ, ഇവിടെ നമ്മളൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാവ്, അടിപൊളി. വാവ്, അടിപൊളി. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ചെയ്യുന്ന കാണുന്ന പോലെ ഉണ്ട്. അടിപൊളി ഗൈസ്, അടിപൊളി. ഗുഡ്, താങ്ക് യു. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഇനിയും ഇത് മൊത്തം ഇറങ്ങി ആ താഴെ ഒരു പൂള് പോലെ ഉണ്ട്, റോക്ക് പൂൾ. അവിടെ വരെയാണ് നമുക്ക് നടക്കാനുള്ള. എനിക്ക് തോന്നുന്നു ഗൈസ് താഴോട്ട് പോകുന്നില്ല എന്ന്. അറിഞ്ഞൂടാ, എല്ലാവരും തന്നെ ഇവിടെ തന്നെ വന്നിരുന്ന് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ തേണ്ട താഴത്തെ ഈ പുള്ളിലോട്ട് ഇറങ്ങി തേണ്ട അവിടെ അടുത്ത് ചാടാൻ പോകുന്നു. എന്താണ് അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ കയറിൻ്റെ അങ്ങോട്ട് പോകാം. ഗൈസ് എൻ്റെ ഇവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. കയറെ പിടിച്ച് താഴോട്ട് ഇറങ്ങാനായിട്ടാണ്. അത്ര വലിയ പാടല്ല, എന്നാലും താഴെ ഇത്രയും വലിയ കുഴി ആയതുകൊണ്ടായിരിക്കും സേഫ്റ്റിക്ക് വേണ്ടി കെട്ടിയേക്കുവാണ്. നമുക്ക് ഇനി അതേ പിടിച്ചിറങ്ങാം. നമ്മൾ കയറൊക്കെ പിടിച്ച് എൻ്റെ താഴെ ഇവിടെ ഇറങ്ങി എത്തിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ
നീന്താൻ അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. കാരണം ഇതിന് നല്ല ആഴമുണ്ട് ഈ റോക്ക് പൂളിന്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറെ കുറച്ച് ആൾക്കാർ മേളിൽ ആഴം ഇല്ലാത്തടത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിന് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. ഇനി ഇതിൻ്റെ താഴോട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരും പോയി കണ്ടില്ല. ആരെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളും പോകും. നമ്മളെപ്പോലെ ഏതോ ഒരു വട്ടം താണ്ട് ആ പാറയിൽ വലിഞ്ഞ് മേളിൽ കയറുന്നുണ്ട്. നീന്തി അപ്പുറം കിടക്കണമെന്ന് തോന്നുന്നു. ഇല്ലായിരുന്നെങ്കിൽ എനിക്കും കയറായിരുന്നു. നീന്തലറിയാത്തതിൻ്റെ കുഴപ്പങ്ങൾ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നിട്ടാണ് തിരിച്ചറിയുന്നത്. ഗായ്സ്, നമ്മളപ്പം അതാണ് എല്ലാവരും നീന്തി കുളിച്ചെല്ലാം കഴിഞ്ഞ്, നീന്തലറിയാവുന്നവർ എല്ലാം നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിച്ചിട്ട് എല്ലാവരും തിരിച്ച് കയറുവാണ്. ആൾക്കാർ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് സമ്മർ ഫോൾസ്. ആസ് യൂഷ്വൽ നീന്താൻ അറിയാവുന്നവർക്കും നല്ല അടിപൊളി സ്പോട്ടാണ്. അതിനു വേണ്ട നടക്കാനൊന്നുമില്ല. ചെറിയ ആദ്യത്തെ ഓഫ് റോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങ് എത്താൻ പറ്റും. ബ്രിസ്ബെയിനിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ, ഒരു 150 കിലോമീറ്ററിന് മണ്ടയ്ക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പം സമ്മർ ഫോൾസിനെ പറ്റി. ഓക്കെ.